ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു അടിപൊളി സ്നാക്കാണ് ചെയ്യുന്നത്. ഈ സ്നാക്കിന് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നതാണ്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സ്പൈസി വേർഷനും കൂടി കാണിക്കണമെന്ന്. ഇത് ഇഫ്താറിൻ്റെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചിക്കൻ മടക്ക് പത്തൽ അല്ലെങ്കിൽ അടുക്ക് പത്തിരിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ പണ്ടേ ചെയ്തു വരുന്നൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്കിൽ ഞാൻ വെളിച്ചെണ്ണ നെയ്യ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത്, 3 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ നിങ്ങൾ എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ഫില്ലിങ്ങിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല, അതായത് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി പൊടികളൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കുന്നതായിരിക്കും. സാധാരണ കറിയിലൊക്കെ ഇട്ട് വേവിച്ച ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 200 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങളെ അളവൊക്കെ കൂട്ടണം. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദോശമാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 2 പത്തിരി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 2 മുട്ട ചേർത്തിട്ടുള്ളത്. ഒന്നേ വേണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.25 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണ് താല്പര്യമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ലൊരു ദോശ ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഥവാ വെള്ളം കൂടിപ്പോയിനെങ്കിൽ അതിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയായി പോയിനെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഈ പത്തിരി ലെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിലായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വലിപ്പം ഉണ്ടാവും. സോസ് പാൻ ആണെങ്കിൽ അത് മതി, അതിനനുസരിച്ചിട്ട് വലിപ്പം കുറയും. ഒരു 3 പത്തിരിയോളം നമുക്ക് സോസ് പാനിലാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. താഴ്ഭാഗത്ത് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നെയ്യിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. ഇതിലേക്ക് ഒരു 1.5 തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ദോശമാവിൻ്റെ കനത്തിൽ അങ്ങ് പരത്തിയെടുക്കുക. ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഭാഗത്തായിട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ ഭാഗം കൊണ്ടൊന്ന് കവർ ചെയ്യുക. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ടച്ച് ചെയ്തിട്ട് ഈ ഒരു എഡ്ജ് ഭാഗത്തുനിന്ന് വേണം നമ്മൾ ഇപ്പുറത്തേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അത് ടച്ചായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല സ്പ്രെഡായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടും. ജസ്റ്റ് ഒന്ന് ട്രൈ ആയി കിട്ടിയേ വേണ്ടൂ. എന്നിട്ട് തുറന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക.
വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, നമുക്ക് കൈ വെച്ചിട്ടും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ 6 ദോശ വെച്ചിട്ടാണ് ഒരു അടുക്ക് പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. 6 ധാരാളമായിരിക്കും. 6 ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കും, നല്ല ലെയറുകളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് അടച്ച് വെക്കുക, പിന്നെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് നെയ്യ് അങ്ങ് തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. അവസാനം ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് പുറത്തേക്ക് കാണുന്ന ഭാഗത്തായിട്ട് കുറച്ച് മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഷേപ്പില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളത് കുക്കായതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു തവയിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കാവും. അതിനുശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ ആ ഒരു ഷേപ്പില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. പിന്നെ ഇത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കാണാൻ തന്നെ നല്ല മുഞ്ചാണ്, അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്